ഇതൊരു ചെറിയ കണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യല്ല, ബേസിക്കലി ഒരു ഡിസ്കഷൻ മോഡിൽ തന്നെ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തൊരു വാക്യമാണ്. ദാറ്റ് മീൻസ് വേർഡ്സ് ആർ ട്രാവലിംഗ് വിത്ത് എ പേഴ്സൺ മീൻസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ പ്രോവർബ്സ് 16:9 ഞാനൊന്ന് വായിക്കാട്ടോ. Bible says the Proverbs 16:9, a man's heart plans his way, but the Lord directs his steps. ഇത് രണ്ട് തരത്തിലുള്ളൊരു വേർഷൻ ഇതിൽ കാണാം. ഒന്ന്, മാൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ മാൻ ക്യാൻ ചൂസ്. ഗോഡ് ഡയറക്ട്സ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ടേക്കിംഗ് ദ ഡിസിഷൻ ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത് നമ്മുടെ സോളമൻ എഴുതിയ ഒരു വാക്യമാണ്. ഇത് ലോകത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും ഇത് വായിക്കുകയും അത് എത്രത്തോളം ആ വാക്യത്തിൽ കൂടി ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് എൻ്റെ പേഴ്സണലിൽ ഞാൻ പറയാം. അപ്പം നമ്മൾ പല ചോയ്സസും പല താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും ഡ്രീം ചെയ്യാറുണ്ട്. നമ്മൾ പല ചോയ്സുകളും നമ്മൾ മേക്ക് ചെയ്യാറുണ്ട്. ഈ ചോയ്സിലൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അവർ ചോയ്സസ് ആർ ഡയറക്റ്റ്ലി ഡിറക്റ്റഡ് ബൈ സംബഡി. നമ്മളെല്ലാം ഗോഡ് ഫിയറിങ് ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിനൊരു കണക്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ഒരു ഗെയിമാണ് ചെസ്. ബാക്കി എല്ലാ ഗെയിമിലും ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കും. ഇപ്പോൾ ഷട്ടിലാണെങ്കിലും 4 പേർക്ക് കളിക്കാം, അതാണ് ഏറ്റവും ലോവസ്റ്റ്. 2 പേര് സിംഗിൾ ഗെയിം, അതല്ല. ഇത് ചെസ്സിൽ എന്ന് പറഞ്ഞാൽ 2 പേര് കളിക്കുന്ന ഗെയിമാണ്. ഈ ചെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു ഇൻ്റലിജൻറ്റ് ഗെയിമാണെന്ന് പറയും. ആക്ച്വലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് എ കോമൺ മാൻസ് ഗെയിം. ഇത് BC 6 നമ്മുടെ ചതുരംഗ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഡെവലപ്പ് ചെയ്തൊരു മിലിറ്ററി റിലേറ്റഡ് സ്ട്രാറ്റജിക്കൽ ഗെയിമാണ്. ഇതാണ് ദിസ് ഈസ് ഗോഡ്. ഈ ചെസ് ബോർഡ് ഈസ് കൺട്രോൾഡ് ബൈ ഹൂ? ഞാനൊരു ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്ത ചെസ് ബോർഡ് ഈസ് കൺട്രോൾഡ് ബൈ യു ക്യാൻ സേ ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. നിങ്ങൾക്ക് അവകാശം, നമുക്ക് അവകാശം എന്ന് പറഞ്ഞാൽ അതിലെ ഈ സാധനങ്ങൾ 16 32 സാധനങ്ങൾ നമുക്ക് മാറ്റാനുള്ള ചോയ്സേ നമുക്കുള്ളൂ. പക്ഷേ നമ്മൾ മാറ്റിയെന്ന് വെച്ചിട്ട് അത് എന്താ പറയുക, ആ ചോയ്സസൊക്കെ ഡെഫിനറ്റായിട്ട് സക്സസ്ഫുൾ ആകണമെന്ന് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ വരുമ്പോൾ ആ ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഡിപ്രഷൻ വരുന്നത്. ചോയ്സസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ചോയ്സസിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ബൈബിളിലെ ക്യാരക്ടേഴ്സിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ജോസഫ് ഈ ചൂസ് ഇൻറ്റഗ്രിറ്റി even when it brought him suffering. ഈ ചൂസ് ഇൻറ്റഗ്രിറ്റി. പക്ഷേ ആ മൂവിൽ പുള്ളിക്ക് കിട്ടിയ റിവാർഡ് എപ്പോഴാണ്? ദറ്റ് ഇസ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ഹി കെയിം ടു നോ. അതുപോലെ തന്നെ നമുക്ക് എടുത്തോളൂ അടുത്ത ഇതിൽ ഡാനിയൽ ചൂസ് ടു റിമൈൻ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്സ് ഈവൻ വെൻ ഹിസ് ലൈഫ് വാസ് അറ്റ് റിസ്ക്. മൂന്നാമത്തെ എസ്തേർ ചൂസ് കറേജ് ഇൻസ്റ്റെഡ് ഓഫ് ഫിയർ. അപ്പോൾ ഇതെല്ലാം അവർക്ക് സ്വന്തമായിട്ട് ഈ ആൾക്കാർക്ക് അവർക്ക് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി അവർ 100% ഗ്യാരൻറ്റീഡായി. അതുകൊണ്ട് ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസിഷൻ വന്നത് അതൊരു ഡിഫറെൻ്റ് വേർഷനിലായിരുന്നു. അപ്പോൾ ഇതിൽ ലൈഫ് ഈസ് ലൈക്ക് ഞാനൊരു എൻഡ് റിസൾട്ട്, ലൈഫ് ഒരു ചെസ് ഗെയിം പോലെയാണ് നമ്മുടെ ലൈഫ്. യു ആർ പ്ലേയിങ്, ബട്ട് പ്ലേയിങ് നമുക്ക് ചൂസ് ചെയ്യാം. യു ആർ ചൂസിങ് ഓൾ ദ മൂവ്സ്, ബട്ട് ആ മൂവ്സ് നമ്മൾ ചൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളുടെ മൂവ്സ് എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നത് യു ആർ തിങ്കിങ് അബൌട്ട് ടുമാറോ, ആഫ്റ്റർ ടുമാറോ. അതിന് ബയോണ്ട് ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. 1991 ഞാൻ മുംബൈയിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. നിങ്ങളിത് കെയർഫുള്ളായിട്ട് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പാത്തൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കില്ല. ഇത് ലൈക്ക് എ ഗെയിം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 1991. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു വലിയൊരു എംപ്ലോയറാണ്. ഐ വാസ് നോട്ട് നോയിങ് ഈസ് എൻ എംപ്ലോയർ. ഒരു വലിയ മനുഷ്യനെ എന്നെ ഇവിടുത്തെ താജ് ഹോട്ടലിൽ വെച്ചിട്ട് എനിക്ക് എന്നെ ഒരു മീറ്റിംഗ്, അവൻ ഈസ് എ വെരി വെൽ പേഴ്സൺ, എന്നെ ഒന്ന് കണക്ട് ചെയ്ത് ഞങ്ങൾ ധാരാളമൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം actually a employer has offered a job to my friend. പക്ഷേ അവൻ്റെ ഒരു ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവൻ ഓൾറെഡി ഒരു ഫിയാൻസി, അവനൊരു മാരേജൊക്കെ എൻ്റെ
കാര്യത്തിലൊക്കെ പോകുന്നു, ഒരു മാരേജിൻ്റെ ഒരു ഡിസിഷനൊക്കെ എടുത്തു, അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റൊക്കെ അടുത്ത് വരുന്നുണ്ട്. അവന് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ട്രാവൽ എബ്രോഡ്. അപ്പോൾ എനിക്കിതറിയില്ല. അവൻ എന്ത് ചെയ്തു, എൻ്റെ പേര് അവൻ സജസ്റ്റ് ചെയ്ത്, അതുകൊണ്ടാണ് അവൻ ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നത്. വിത്തൗട്ട് മൈ നോളജ് ഹി ഇൻട്രൊഡ്യൂസ് ടു മീ, മേ ബി ഹി ടോൾ ടു ദാറ്റ് പേഴ്സൺ. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഐ വാസ് നോട്ട് തോട്ട് ഓഫ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചതല്ല. ഐ വെൻറ്റ് ടു ജദ്ദ. ജദ്ദയിൽ ഞാനൊരു 11 മാസം ജദ്ദയിലുണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ. ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ഐ കെം ബാക്ക് ടു ദുബായ്, 19 years in Dubai. After 19 years in Dubai, I came back to India, again my route. ഇതൊരു ട്രാവലാണ്. യു ജസ്റ്റ് സീ ആസ് എ ചെസ് ഗെയിം. ഐ മൂവ്ഡ് മൈ ചോയ്സസ് വിത്ത് ദ കൺട്രോൾ ഓഫ് സംബഡി എൽസ്. ഞാൻ ബോംബെയിൽ വന്നു. ഇപ്പം ഞാൻ തിരിച്ച് ബാക്കോട്ട് പോയി ഒന്ന് ചിന്തിക്കുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വണ്ടർഫുള്ളി ഗോഡ് ഹാസ് പുഷ് മീ ടു ഈച്ച് ഏരിയാസ്. എൻ്റെ ആ ഡിമാൻഡും എൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവം എത്രത്തോളം എന്നെ കൊണ്ടുപോയി, എൻ്റെ നോളജ് ഇല്ലാതെ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട വെരി സിമ്പിൾ മാറ്റർ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റിയല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നതിനെ പറ്റിയുമല്ല. ടുമാറോ നമ്മുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടി നമുക്കില്ല. ഇപ്പോൾ നമ്മൾ ബൈബിളിലെ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഡേവിഡ് അനോയിൻറ്റഡ് ആളായിരുന്നു, പക്ഷേ അദ്ദേഹം രാജാവായത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്. ഡേവിഡ് വേണമെങ്കിൽ ഈ ഡസൻ ഹാവ് എനി ഐഡിയ അബൌട്ട് വൈ മൂഡ് ഓൾ ദിസ്. മോസസ് 40 കൊല്ലം ഇതിനകത്ത് ഡെസർട്ടിൽ കിടന്നു, ബട്ട് ഹി വാസ് അണ്ടർ ട്രെയിനിങ്. ദാറ്റ് മീൻസ് ആ മൂവ് നടക്കുമ്പോൾ എൻഡ് റിസൾട്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വാക്യം കൂടി ഞാനത് ഒന്ന് വായിക്കാം, അത് കാരണം അത് ഇതിനോട് വളരെ റിലേറ്റഡ് ആവും. യെശയ്യാ പ്രവചനം 55:8. For my thoughts are not your thoughts, neither are your ways my ways, declare the Lord. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വളരെ സിമ്പിൾ ലോജിക്കല്ലേ, ഗോഡ്സ് പ്ലാൻസ് ആർ ഹയർ ദാൻ അവർ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും കൊല്ലത്തെ എൻ്റെ ഒരു 34 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഞാൻ മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ എം കൺസിഡറിങ് ആസ് മൈ ട്രാവൽ. അത് ഞാനെങ്കിലും സ്റ്റേബിൾ അല്ല, ട്രാവലാണ്. ഈ ട്രാവലിൽ ഇത്രയും കൊല്ലത്തിൽ ഞാൻ ധാരാളം ഡിസപ്പോയിൻമെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ധാരാളം വാതിലുകൾ അടഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല വാല്യുബിൾ മൊമെൻറ്റ്സ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ചോയ്സും എൻ്റെ മൂവിലുമായിരുന്നു, പക്ഷേ സംബഡി വാസ് കൺട്രോളിങ് ദാറ്റ് ഓൾ. അതുകൊണ്ട് ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്കപ്പോൾ മനസ്സിലായി ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്. അത് മനസ്സിലായപ്പോഴാണ് മനസ്സിലായി, ഐ ലേൺ ഫ്രം എവറി ക്ലോസ്ഡ് ഡോർ ഇറ്റ് വാസ് നോട്ട് എ ഡിഫീറ്റ്. സംടൈം ഗോഡ് ക്ലോസസ് എ ഡോർ ബിക്കോസ് ഹി ഈസ് പ്രൊട്ടക്റ്റിംഗ് അസ്. ചില ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യുന്നത് നമ്മളെ കംപ്ലീറ്റ് മാറ്റാനല്ല, നമ്മളെ ചില അപകടത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചില ഡോറുകൾ നമ്മുടെ ക്ലോസ് ചെയ്യും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, സം ടൈം ചില വഴികളിൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ബിക്കോസ് നമ്മുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും ഉണ്ട്, ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ വേറെ ചോയ്സ് എടുക്കും. നമ്മൾ വേറെ ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് എത്തില്ല എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റീഡയറക്റ്റ് ചെയ്യും വിത്തൗട്ട് അവർ നോളജ്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ടയേർഡാവും. പക്ഷേ ദീസ് ആർ ഓൾ ദ പ്ലാൻ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മളപ്പോൾ ഏറ്റവും ചിന്തിക്കേണ്ടത്, ലെറ്റ് us മേക്ക് വൈസ് ചോയ്സസ്, ലെറ്റ് us ലീവ് വിത്ത് ഇൻറ്റഗ്രിറ്റി, ലെറ്റ് us വർക്ക് ഫെയ്ത്ത്ഫുള്ളി, ആൻഡ് ആഫ്റ്റർ ഡൂയിങ് അവർ പാർട്ട് ലെറ്റ് us ട്രസ്റ്റ് ഗോഡ് വാട്ട് വി കനോട്ട് സീ. നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്, ദാറ്റ് ഈസ് കോൾഡ് എ മിറക്കിൾ. ഇപ്പോൾ എബ്രഹാമിൻ്റെ കാര്യം എടുത്തോളൂ, മോസസിൻ്റെ, അവരെല്ലാം, ഇപ്പോൾ ഏലിയാവിൻ്റെ കാര്യം ഒരു വെരി മൈന്യൂട്ട് സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിതൗട്ട് സീയിങ്, വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ട്രസ്റ്റാണ്. ഇപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചോയ്സ്. അപ്പം നമ്മൾ എടുക്കുന്ന ചോയ്സസ് എല്ലാം ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെസ് ബോർഡിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ റിയലൈസ് ചെയ്യും. നമ്മുടെ ജീവിതം എല്ലാ ദിവസവും, ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. എവറി ഡേ, എൻഡ് ഓഫ് ദ ഡേ ഈവനിങ് നമ്മളൊന്ന് തിരിഞ്ഞ് ബാക്ക് ട്രാക്ക് ചെയ്യണം. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ചോയ്സസ്. മോർണിംഗ് സെഷനിൽ നമ്മുടെ ചോയ്സസ് എന്തായിരുന്നു, ആഫ്റ്റർനൂൺ എന്തായിരുന്നു, ഈവനിങ്ങിൽ എന്തായിരുന്നു, ഇതെല്ലാം നമുക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ തലയിലെടുത്ത് വെച്ച് കളയുന്നത്? ബിക്കോസ് ഗോഡ് ഈസ് ദെയർ, ഈസ് ഡയറക്റ്റിംഗ് എവറിത്തിങ്. ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലോട്ട് വന്നാൽ നമ്മുടെ ചോയ്സസ് റൈറ്റായി തന്നെ ഇരിക്കും.
ഒന്ന് സിമ്പിളാണ്, നമ്മുടെ കയ്യിൽ മാനുവലും ഉണ്ട്. അപ്പോൾ ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ്, വാട്ട് എവർ വി ചൂസ് ആസ് പെർ ദ ഗൈഡൻസ് ഓഫ് വേർഡ് ഓഫ് ഗാഡ്. വെരി സിമ്പിൾ. ഇത് യങ്സ്റ്റർ ആയാലും പ്രായമുള്ള ആളായാലും മിഡിലുള്ള ആളായാലും എല്ലാവർക്കും ഒരൊറ്റ ടേംസേ ഉള്ളൂ. ഇപ്പോൾ ദൈവത്തിൻ്റെ ചൂസിങ്ങിലെല്ലാം നോക്കൂ, പല ഏജിലുള്ള ആൾക്കാരെയും ദൈവം ഒരൊറ്റ ഡിറക്ഷനിലാണ് ചൂസ് ചെയ്യുന്നത്. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്.